കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും റീടൈനിങ് വാളിന്റെയും നിർമ്മാണം പൂർത്തിയാകുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. ഒരു ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇനിയും ബാക്കിയുമാണ്. എന്നാൽ പാലത്തിന്റെ റീടൈനിങ് വാളിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും 2 ആഴ്ചയോളം എടുക്കുമെന്നാണ് PWD അധികൃതർ പറയുന്നത്. ഇത് പൂർത്തിയായ ശേഷം മെയ് അവസാനത്തോടെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. സമാന്തര റോഡിന്റെ നവീകരണവും അന്തിമഘട്ടത്തിലാണ്. എന്നാൽ സമാന്തര റോഡിലുള്ള 6 കലുങ്കുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയാകാനുമുണ്ട്. കേളകം മുതൽ കൊട്ടിയൂർ വരെ ചിലയിടങ്ങളിൽ റോഡ് ടാർ ചെയ്യാനുമുണ്ട്. കേളകം മുതൽ വളയഞ്ചാൽ വരെയുള്ള പ്രവൃത്തിയും പൂർത്തിയായിട്ടില്ല. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 14,10,17,933 രൂപ ചിലവിലാണ് വളയഞ്ചാൽ മുതൽ മന്നഞ്ചേരി വരെയുള്ള 11.670 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത്. കേളകം, കൊട്ടിയൂർ പഞ്ചായത്തുകളിലായാണ് സമാന്തര റോഡുള്ളത്. നീണ്ടുനോക്കിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി 6.4 കോടി രൂപയാണ് അനുവദിച്ചത്. 2022 ഡിസംബറിലാണ് നീണ്ടുനോക്കിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ അധികം വൈകാതെ പാലം പണി നിലച്ചു. ഇക്കൊല്ലം ജനുവരിയിലാണ് പാലം പണി പുനരാരംഭിച്ചത്. ഉത്സവകാലത്ത് മലയോര ഹൈവേയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ആശ്രയിക്കുന്നത് സമാന്തര റോഡിനെയാണ്. സമാന്തര റോഡിനെ നീണ്ടുനോക്കിയിൽ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതാണ് നീണ്ടുനോക്കി പാലം. വലിയ ഗതാഗതക്കുരുക്കാണ് കഴിഞ്ഞ ഉത്സവകാലത്ത് ഉണ്ടായത്. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വഴിയിൽ കിടന്നത്. മെയ് 21-നാണ് ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. ഉത്സവത്തിൻ്റെ തിരക്ക് വർദ്ധിക്കുന്നതിന് മുമ്പ് ജോലികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 സൈഡിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡിൻ്റെ പണി ഇതിനോടകം തന്നെ ഉത്സവത്തിന് മുമ്പായി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാലും പണിയിൽ അല്പം ഒരു മാന്യത ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം അപ്രോച്ച് റോഡിൽ ഇവിടെ ടൗണിലേക്കുള്ള ഭാഗത്ത് പല വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ തിണ്ണ അടക്കം പൊളിച്ചെടുക്കുകയും അതുപോലെ തന്നെ ചില വ്യാപാര സ്ഥാപനം പൂർണ്ണമായും ഒഴിവാകുകയൊക്കെ ചെയ്തപ്പോൾ ആ ചേർന്നുള്ള റോഡിൻ്റെ പണിയും പെട്ടെന്ന് തന്നെ തീർത്തെങ്കിലേ വ്യാപാരികൾക്ക് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യാപാരികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 1 മാസമായിട്ട് തിണ്ണയും ബിൽഡിങ്ങും പൊളിച്ചിട്ട് വ്യാപാരം നടത്താത്ത വ്യാപാര സ്ഥാപനങ്ങൾ വരെയുണ്ട്. അത് വ്യാപാരികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പാലം നല്ലതാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ സാധാരണക്കാരനെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ബന്ധപ്പെട്ടവർ അതിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്. അതെ, ഉത്സവം തുടങ്ങാനായി. അപ്പം ആദ്യകാലം മുതൽ നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. ഉത്സവത്തിന് മുമ്പായി പാലത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കണം. കാരണം ഉത്സവത്തിന് എത്ര റോഡ് വികസിച്ചാലും ഉത്സവത്തിന് എല്ലാ വർഷവും വാഹന തിരക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ആ തിരക്ക് ഒരു പരിധിവരെ പരിഹരിക്കുന്നത് ഈ അപ്രോച്ച് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ടാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ വലിയ വിഷമമുണ്ടായി. കാരണം പാലം പൊളിച്ച സമയം ആയതുകൊണ്ട് വാഹനങ്ങൾക്ക് അതിലെ കടന്നു പോകാൻ സാധിച്ചില്ല. ഈ വർഷം അത് ഉത്സവത്തിന് മുമ്പായി ആ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി റോഡ് വാഹന ഗതാഗതം ആ ഭാഗത്തു കൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്ന രീതിയിൽ ക്രമീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾ നേരത്തെ മുതൽ പറയുന്ന കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് ആ രീതിയിൽ തന്നെ ക്രമീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, കേളകം.